ഓഫീസറെ ഉപദേശിക്കാൻ താനാര്? അവന്റെ മറ്റവൻ അതല്ലേ താൻ പറയാൻ വന്നത്? അല്ല സാർ, അവന്റെ തന്ത. അവന്റെ ഊത്ത മോന്ത കണ്ടപ്പോ എനിക്ക് തോന്നി പറയണമെന്ന് പറഞ്ഞു. ക്യാമ്പ് ഫയലുമായിട്ട് 8-10 തവണ അവന്റെ സകല അച്ചിമാരുടെ വീട്ടിൽ ഞാൻ പോയി കാത്തു നിന്നാണ്. ഒന്ന് മുഖം കാണിക്കാൻ പോലും തയ്യാറായില്ല. അവന്റെ തലയപ്പ ഫാസിയാബാദിൽ നിന്ന് പെറുക്കിക്കൊണ്ടുവന്ന മാലാഖമാരുടെ മടിയിലായിരുന്നു. ഒരു മലയാളിയാണെന്ന കൺസിഡറേഷൻ പോലും എനിക്ക് തന്നില്ല. ചെറ്റ, അവന് വേണ്ടി സാറിന് വാദിക്കരുത്. സ്വന്തം അച്ഛനെ ക്രിമിനൽ എന്ന് വിളിച്ചവൻ മറ്റുള്ളവരെ എന്ത് വിളിക്കും? ഷട്ട് യുവർ മൗത്ത്. ചെറ്റത്തരം കാട്ടിയ DGP അല്ല, ഈ ഇരിക്കുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ വരെ ഞാൻ വിളിക്കും. കേൾക്കണോ ഷീല നമ്പ്യാർക്ക്? തന്റെ ഷൗട്ടിംഗ് എന്നോട് വേണ്ട. കൾച്ചർ ഉള്ളവരോടെ ഞാൻ സംസാരിക്കും. ഓ, കുറെ കൾച്ചർ വാങ്ങി ഞാൻ വായിലിട്ടോണ്ട് വരാം. എന്നിട്ട് മൊഴിഞ്ഞാ മതി എന്നോട്. കൾച്ചർ ചെയ്ത പവിഴമുത്തുകൾ ഒന്ന് പോണം. താനിപ്പോ ഇൻസൾട്ട് ചെയ്ത് വിട്ടത് തന്റെ സുപ്പീരിയർ ഓഫീസറെയാണ്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും മാന്യമായിട്ട് ഗൗതം സംസാരിച്ചത്. ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് സാർ. ഇവരെ ഡിസ്മിസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഡൽഹിന്ന് കർത്താവേ, ഇതിപ്പോ 6ാമത്തെ കോളാ. താൻ ആരാണെന്ന് അവർക്കിപ്പോ അറിയണം. ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. Yes, ഗൗതം. ഡൽഹിയിലെ ഏത് കൊമ്പനാണ് സാർ ഞാൻ ആരാണെന്ന് അറിയേണ്ടത്? അങ്ങേ തലക്കൽ ഏത് പ്രിൻസ് വന്നാലും ഈ ഗൗതം കൃഷ്ണൻ ഒരു പേടിയില്ല. അവൻ തെണ്ടിയാണെങ്കിൽ തെണ്ടിത്തരത്തിൽ PhD എടുത്തവനാ ഞാൻ. പക്ഷെ ഞാൻ തെണ്ടിയല്ല, എനിക്ക് പേടിയുണ്ട്. PRINC എന്ന 6 അക്ഷരങ്ങൾ ഒതുങ്ങുന്ന ആളല്ല അയാൾ. ഈ മണ്ണും മഞ്ഞും മാത്രമല്ല, താനും ഞാനും എല്ലാം അയാളുടെ കാൽക്കീഴിൽ പെടും. അതിനൊരു 7 ജന്മം ഇനി അവൻ ജനിക്കണം. തന്നെ ഇനിയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമുണ്ട്. ആര് വേണമെങ്കിലും മല കയറുകയോ ഇറങ്ങുകയോ ചെയ്യട്ടെ. പ്രിൻസിന് പ്രിൻസിന്റെ വഴി, ഗൗതത്തിന് ഗൗതത്തിന്റെ വഴി. നിങ്ങൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനും സാറും ഒന്നുമല്ല, മുകളിലിരിക്കുന്ന ബിഗ് ബോസ്. പിന്നെ തൊട്ടാൽ തീ പാർന്ന 2 ജന്മങ്ങൾ കൂട്ടിമുട്ടിയാൽ പുതിയൊരു അവതാരം ഉണ്ടാകുമെന്നാണ് വിധി. അതാണെങ്കിൽ പ്രിൻസ് എന്റെ വഴിക്ക് വരും.